കഴിഞ്ഞ ദിവസം മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം സംഭവിച്ച ദിവസമാണെന്ന് എടുത്തു പറയണം. സംഗീത് ശിവൻ എന്ന സംവിധായകൻ, യോദ്ധ, അതുപോലെ ഗാന്ധർവം തുടങ്ങിയ ലാലേട്ടൻ ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച സംവിധായകനാണ് സംഗീത് ശിവൻ. അതിൽ യോദ്ധ എന്ന സിനിമയൊക്കെ നമുക്കുണ്ടാക്കിയ ഓളമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓളമാണ്. അതിൽ ഒരേ ഒരു പാട്ട് മതി അല്ലേ? അതെ, ഒരുപക്ഷെ എ ആർ റഹ്മാനെ ആദ്യമായി മലയാള സിനിമയിലേക്ക് എത്തിച്ചത് അത് സംഗീത് ശിവനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എ ആർ റഹ്മാൻ ആദ്യമായി സംഗീത സംവിധാനം ചെയ്തത് യോദ്ധ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ എ ആർ റഹ്മാനെ അടുത്തതായിട്ട് കാണുന്നത് മലയൻ കുഞ്ഞ് എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിലായിരുന്നു സംഗീത സംവിധാനത്തിലൂടെ. പിന്നിപ്പോൾ ലോകമെമ്പാടും ആഘോഷമാക്കി മാറ്റിയ ദ ക്ലാസിക് ഫിലിം ആടുജീവിതത്തിലൂടെ നമ്മൾ എ ആർ റഹ്മാന്റെ സംഗീതം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഗീത് ശിവൻ എന്ന സംവിധായകനോട് നമുക്ക് ഇവർക്കും ഏറെ പ്രിയങ്കരനാണ് അദ്ദേഹം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ. ലാലേട്ടൻ ചിത്രങ്ങളായിട്ടുള്ള യോദ്ധയും ഗാന്ധർവവും രണ്ട് ഡിഫറെന്റ് ജോണറുള്ള ചിത്രങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ലാസിക് ചിത്രത്തിന്റെ തലത്തിലേക്ക് എത്തുന്ന ചിത്രങ്ങളാണ് എന്ന് യോദ്ധയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? അതിലെ അക്കുസെട്ട എന്ന് പറയുന്ന ആ ഒരു വിളിയൊക്കെ നമ്മൾ മലയാളികൾക്ക് മനഃപ്പാടമാണ്. ശശിധരൻ ആറാട്ടുവഴിയുടെ തിരക്കഥയിൽ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, മധു, മാസ്റ്റർ സിദ്ധാർത്ഥ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് യോദ്ധ. കേരളത്തിലും നേപ്പാളിലുമായിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത്. സാഗ ഫിലിംസാണ് ഈ സിനിമ നിർമ്മിച്ച് വിതരണം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എ ആർ റഹ്മാനാണ് ഈ സിനിമയുടെ സംഗീത സംവിധായകൻ എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ മറ്റൊരു വലിയ ഹൈലൈറ്റ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഗാനങ്ങളെക്കാൾ നമുക്ക് ഏറെ ഹൃദ്യമായി മാറിയത് ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതമാണ് എന്നതും എടുത്തു പറയണം. അതുപോലെ ജഗദീഷ് ശ്രീകുമാർ എന്ന നമുക്കെല്ലാം പ്രിയപ്പെട്ട താരത്തിന്റെ അനശ്വര കഥാപാത്രങ്ങളിലൊന്നായി ഇന്നും അരശുമൂട്ടിൽ അപ്പുകുട്ടനും, അതുപോലെ ലാലേട്ടന്റെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി തൈപ്പറമ്പിൽ അശോകനും മലയാള സിനിമയിൽ ഇങ്ങനെ നെടും തൂണുകൾ പോലെ നിൽക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ഈ മനോഹരമായ സിനിമ നമുക്ക് നൽകിയ, അതുപോലെ ഗാന്ധർവം എന്ന സിനിമയും നമുക്ക് നൽകിയ സംഗീത് ശിവൻ എന്ന ആ ഒരു വ്യക്തിത്വത്തിനെ ഓർത്തെടുക്കുകയാണ് നമ്മളെല്ലാവരും. കേട്ടുകൊണ്ടിരിക്കുന്നു RJ അരുണിനോടൊപ്പം. ഇത് മധുര നാരങ്ങ. It's only in Radio Lime, the freshness in വേറെ ലെവൽ.